ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇന്നത്തെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് എന്താ ബൂസ്റ്റർ സെക്ഷൻ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ സൺഡേ മുതൽ ഈ ഒരു ഇന്നലെ വരെ ശനിയാഴ്ച വരെ എടുത്തിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഓരോ ദിവസം പറഞ്ഞു പോയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2-3 ടോപ്പിക്സ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനപ്പോൾ 18-ാം തീയതിയും 19-ാം തീയതിയും കഴിഞ്ഞ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും മെയിൻ ആയിട്ട് വരുന്ന 2-3 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കറണ്ട് അഫെയർസിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വിങ്സ് ഇന്ത്യ 2026 ഏഷ്യാസ് ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ ഇവന്റ് ടു ഷോക്കേസ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്ലോബൽ ഏവിയേഷൻ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ്റെ തന്നെ ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ ഇവന്റ് കണ്ടക്ട് ചെയ്യാണ്. ഇതെവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിലെ ബേഗംപേട്ട് എയർപോർട്ടിലാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ജാനുവരി 28-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഒരു 4 ദിവസത്തെ പ്രോഗ്രാമാണ്. ഈ ഒരു ഏവിയേഷൻ പ്രോഗ്രാമാണ്. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2026 വിങ്സ് ഇന്ത്യ എന്താണ് ലോഞ്ച് ചെയ്യാണ് ഏവിയേഷൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് പേവിംഗ് ദ ഫ്യൂച്ചർ ഫ്രം ഡിസൈൻ ടു ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ് ടു മെയിൻ്റെനൻസ്, ഇൻക്ലൂസിവിറ്റി ടു ഇന്നോവേഷൻ ആൻഡ് സേഫ്റ്റി ടു സസ്റ്റൈനബിലിറ്റി. ഇതാണ് 2026 ഈ ഒരു ഗ്ലോബൽ ഏവിയേഷൻ ഡേൻ്റെ ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇനി ഇതിനെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു ഡേ അവർ എന്തൊക്കെയാണ് ഇത് കൂടാണ്ട് എക്സ്ട്രാ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് എയർക്രാഫ്റ്റ് ഡിസ്പ്ലേസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർബാറ്റിക് എയർ ഷോസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഒരു മെയിൻ ഇതായിട്ട് എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൂര്യകിരൺ എയർബോട്ടിക് ടീമിൻ്റെ എന്താണ് ഒരു ഏരിയൽ പെർഫോമൻസ് എന്താണ് ഈ ഒരു ദിവസത്തിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ടീമിൻ്റെ സൂര്യകിരൺ എയർബോട്ടിക് ടീം എന്താണ് ഒരു ഏരിയൽ പെർഫോമൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ഡേയ്സിലെ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിലെ ബേഗംപേട്ട് എയർപോർട്ടിൽ ജാനുവരി 28 മുതൽ 31-ാം തീയതി വരെ 2026 ജാനുവരി 28 മുതൽ 31-ാം തീയതി വരെ എന്താണ് ഏഷ്യയിലെ ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ ഇവന്റ് എന്താണ് നടക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ന്യൂസ് പറയുകയാണെങ്കിൽ ഒഡീഷ ഗവൺമെന്റ് എന്താണ് ഒഡീഷ ഗവൺമെന്റ് ഒരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആമേ പ്രതിഭ ആമ ബസാരെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇൻ മദർ ടങ്. നമുക്കറിയാലോ മാതൃഭാഷയുടെ വാല്യൂ കൂട്ടാനായിട്ട് അവിടുത്തെ കുട്ടികൾക്ക് എന്താണ് അവരുടെ മദർ ടങ് ചെറുപ്പം മുതലേ പഠിപ്പിക്കുക. ആ ഒരു പ്രോഗ്രാമാണ് ഇതിലൂടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആമേ പ്രതിഭ ആമേ ബസാരെ മീനിങ് വി വിൽ സ്റ്റഡി ഇൻ അവർ ഓൺ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒരു 5 ഇയർ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് പ്രോഗ്രാമാണിത്. മെയിനായിട്ട് നമ്മുടെ മദർ ടങ്ങിനെ കുട്ടികളിൽ കൊണ്ടുവരാം, മാതൃഭാഷ പഠിപ്പിക്കാം. കൂടാതെ വുമൺ എംപവർമെന്റ് എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ്. സ്ത്രീകളുടെ ഉന്നമനവും അതുപോലെ തന്നെ കുട്ടികളുടെ വെൽഫെയർ അതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. കൂടാതെ ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ വരുന്ന കുട്ടികളിലാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ എന്താണ് അംഗനവാടി വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എന്താണ് ഈ ഒരു ലാംഗ്വേജ് സ്പെസിഫിക് ട്രെയിനിങ്ങും അവർക്കും കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാലോ ചെറിയ കുട്ടികൾ എവിടെ നിന്നാണ് അംഗനവാടിയിൽ നിന്നാണ് അവരെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അംഗനവാടി വർക്കേഴ്സിന് എന്താണ് അവർ ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണ് ചൈൽഡ് മാരേജ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഒരു 100 ദിവസത്തെ ഒരു ക്യാമ്പയിൻ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു പ്രോഗ്രാമാണ് ആമേ പ്രതിഭ ആമേ ബസാരെ എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് വി വിൽ സ്റ്റഡി ഇൻ അവർ ഓൺ ലാംഗ്വേജ്, നമ്മുടെ സ്വന്തം ലാംഗ്വേജ് എന്താണ് പഠിക്കുക, നമ്മുടെ മദർ ടങ് പഠിക്കുക. അതാണ് മെയിൻ ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത ന്യൂസാണ്
നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ഒരു പുതിയൊരു സ്പീഷ്യസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പുതിയ സ്പീഷ്യസ് എന്ന് പറയുന്നത് ഒരു ആംഫീബിയൻ സ്പീഷ്യസ് ആണ്. ഒരു റയർ ആയിട്ടുള്ള സബ്ടെറേനിയൻ ആംഫീബിയൻ സ്പീഷ്യസിന് എന്താണ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ നോർത്ത് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള ഒരു ആംഫീബിയൻ സ്പീഷ്യസിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ജെജനോഫീസിസ് വാൽമീകി ഈ ഒരു പേര് ഇതിന് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പീഷ്യസിനെ അവർ ഡിസ്കവർ ചെയ്തെടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിസ്റ്റോറിക് മഹർഷി വാൽമീകി മന്ദിർ, ആ ഒരു മന്ദിർ ലൊക്കേറ്റ് ചെയ്യുന്ന റീജിയണിൽ നിന്നാണ് ഈ ഒരു സ്പീഷ്യസിനെ നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ഡിസ്കവർ ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു സ്പീഷ്യസിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. കൂടാതെ ഇതൊരു ഹിഡൻ ആംഫീബിയൻ ആണ്. ഹിഡൻ ആംഫീബിയൻ എന്ന് പറയുന്നതാണ് ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ. കാരണം ഇവർ കൂടുതൽ സമയം ഇവരെന്താണ് അണ്ടർഗ്രൗണ്ടിലാണ് കാണപ്പെടുക. മണ്ണിന്റെ അടിയിലാണ് ഇവർ കൂടുതൽ കണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ ലിംലെസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഒരു വേം ലൈക്ക് ക്രീച്ചർ ആണ്. വേം ലൈക്ക് ക്രീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മണ്ണിരേനൊക്കെ കണ്ടിട്ടില്ലേ, മണ്ണിരയുടെ പോലെയാണ് ഇവർ ഇരിക്കുന്നത്. അതേപോലെയാണ് ഇവരെന്ത് മൂവ് ചെയ്യുന്നതും. ഇത് കാണാൻ മണ്ണിരേന്റെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവരെ ഹിഡൻ ആംഫീബിയൻസ് എന്ന് പറയുന്നതും. കൂടാതെ ആ ഒരു ഹിസ്റ്റോറിക് പ്ലേസിൽ നിന്ന് കണ്ടെത്തിയ കാരണമാണ് ഇവർക്ക് ഈ ഒരു പേര് വരാൻ കാരണം. അപ്പൊ മെയിൻ ആയിട്ട് 3 ന്യൂസാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, 18-ാം തീയതിയും 19-ാം തീയതിയും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 2026 ഏഷ്യയിലെ ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് ബീഗംബർഡ് എയർപോർട്ട് ഹൈദരാബാദിലാണ്. 28-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ജാനുവരിയിലാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് ഇന്ത്യൻ ഏവിയേഷൻ പേവിംഗ് ദ ഫ്യൂച്ചർ ഫ്രം ഡിസൈൻ ടു ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ് ടു മെയിൻറ്റെയിൻസ്, ഇൻക്ലൂസിവിറ്റി ടു ഇന്നോവേഷൻ ആൻഡ് സേഫ്റ്റി ടു സസ്റ്റൈനബിലിറ്റി. ഇതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു അട്രാക്ഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൂര്യകിരൺ എയർബോട്ടിക് ടീമിന്റെ എന്ത് പ്രോഗ്രാം ഉണ്ട്, ഒരു ഏരിയൽ പെർഫോമൻസ് ആ ഒരു ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെന്റ് ഒരു പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ആമെ പ്രതിഭ, ആമെ ബസാരെ എന്ന് പറയുന്ന മദർ ടങ്ങിന്റെ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ കൂട്ടുക. മദർ ടങ്ങിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ചൈൽഡ്ഹുഡിലെ തന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, മദർ ടങ് പഠിപ്പിക്കുക. അതാണ് മെയിൻ ഇതിന്റെ ഇതെന്ന് പറയുന്നത്. അത് കൂടാണ്ട് ചൈൽഡ് മാരേജ് പ്രിവെൻഷനും ഇതാക്കിക്കൊണ്ടൊരു 100 ദിവസത്തെ ക്യാമ്പയിൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ റയറായിട്ട് കണ്ടുപിടിച്ച ജെജനോഫീസിസ് വാൽമീകി എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ്. ഇതാണ് 18-ാം തീയതിയും 19-ാം തീയതിയിലെയും മെയിൻ ആയിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ട്യൂസ്ഡേയിലെ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സ് അടുത്ത ഫാക്കൽറ്റി എടുത്തു തരും കേട്ടോ. ട്യൂസ്ഡേയിലെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ. അപ്പോ ട്യൂസ്ഡേ ജാനുവരി 20 പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ, ഹൈസീസ് ട്രീറ്റി ഹാസ് ഒഫീഷ്യലി എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ്. ഹൈസീസ് ട്രീറ്റി അല്ലെങ്കിൽ UN ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ, BBNJ ട്രീറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, മറൈൻ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ഇന്റർനാഷണൽ വാട്ടേഴ്സിലെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലീഗൽ അഗ്രിമെന്റ് ആണ് ഈ ഒരു BBNJ ട്രീറ്റി അല്ലെങ്കിൽ ഹൈസീസ് ട്രീറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത്, ഇത് 2008 ഇതിനെപ്പറ്റി, ഈ ഒരു അഗ്രിമെന്റിനെ പറ്റി എല്ലാവരും ചർച്ച ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അത്രയും വർഷം 2008 തുടങ്ങിയ ഈ ഒരു ചർച്ചകൾ 2023 15 വർഷത്തിന് ശേഷമാണ് ഈ ഒരു അഗ്രിമെന്റിൽ ഫൈനലൈസേഷൻ നടന്നത്. പിന്നെ 2025 60ാമത്തെ രാജ്യം ഈ ഒരു അഗ്രിമെന്റ് അംഗീകരിച്ചതോടുകൂടിയാണ് ഈ ഒരു ഇത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ
ഏതൊരു രാജ്യത്തിന്റെയും പരിധിയിൽ വരാത്ത ഓഷ്യൻസിൽ നടക്കുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഓവർ ഫിഷിങ്, മൈനിങ്, ഷിപ്പിംഗ് ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവര് ഈ ഒരു എഗ്രിമെന്റിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 2030 ലോകത്തിലുള്ള ഓഷ്യൻസിന്റെ 30% പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആക്കി മാറ്റുക. അതാണ് 30/30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാർഗറ്റ് ആ ഒരു എയിമിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ BBNJ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രീറ്റി വരുന്നത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീ, അതിന്റെ അണ്ടറിലാണ് ഈ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ന്യൂസ്, സെക്കൻഡ് റേഞ്ച് വൈഡ് ഡോൾഫിൻ സർവേ. ഈ ഒരു ഡോൾഫിൻ സർവേ എന്ന് പറയുന്നത് പ്രൊജക്ട് ഡോൾഫിൻ, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ഡോൾഫിൻ. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സർവേ ആണ് ഡോൾഫിൻ സർവേ. ഇത് നമ്മുടെ രാജ്യത്ത് രണ്ടാമതായിട്ടാണ് ഈ ഒരു സർവേ നടത്തുന്നത്. ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് ഈ ഒരു സർവേയുടെ തുടക്കം. ഇതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള റിവേഴ്സിലെയും എസ്റ്ററൈൻസിലെയും ഓഷ്യൻസിലെയും ഒക്കെ ഡോൾഫിൻസിന്റെ എണ്ണം അത് കൗണ്ട് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ അതൊക്കെ മനസ്സിലാക്കാനും അവരുടെ ഹാബിറ്റേറ്റ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ മെയിൻ ആയിട്ടും നടത്തുന്നത്. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ സയന്റിഫിക് എസ്റ്റിമേഷൻ ആണ്. ഇപ്പോ നദികളിലായിക്കോട്ടെ, അഴിമുഖങ്ങൾ, എസ്റ്റുറൈൻസിലൊക്കെ ഉള്ള പലതരം സ്പീഷീസിലുള്ള ഡോൾഫിൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ സ്പീഷീസിലുള്ള ഡോൾഫിൻസിനെ പറ്റിയും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കൊളാബ് ചെയ്തിട്ടാണ് ഈ ഒരു സർവേ കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു സർവേ 2 ഫേസസിലാണ് അവർ നടത്തുക. ഫേസസ് 1 ഗംഗ റിവേഴ്സിന്റെ പ്രധാന ഭാഗങ്ങളും സിന്ധു നദിയും ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും ആദ്യത്തെ സർവേ, ആ ഒരു ഫേസ് 1 സർവേ നടക്കുക. ഫേസസ് 2 ബ്രഹ്മപുത്ര, ഗംഗ റിവേഴ്സിന്റെ പോഷക നദികൾ, പിന്നെ സുന്ദർബൻസ്, ഒഡീഷ ആ ഒരു പ്രദേശങ്ങളിലായിരിക്കും രണ്ടാമത്തെ ഫേസ് ഓഫ് സർവേ നടക്കുക. അടുത്തത് പറയുന്നത് പ്രൊജക്ട് ഡോൾഫിനെ പറ്റിയിട്ടാണ്. പ്രൊജക്ട് ഡോൾഫിൻ 2020 ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഇതിൻ്റെയൊക്കെ കീഴിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷൻ സ്കീമാണിത്. ഇതിൽ പറയുന്നത് ഡോൾഫിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഡോൾഫിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് മെയിനായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് മൈക്രോസ്കോപ്പിക് ക്രസ്റ്റേഷ്യൻ ഡിസ്കവേർഡ് ഇൻ കവരത്തി എസ്റ്റാബ്ലിഷ് ആസ് എ ന്യൂ ജീനസ് ആൻഡ് സ്പീഷീസ്. ലക്ഷദ്വീപ് ഐലൻഡ്സിലെ കവരത്തി ലഗൂണിൽ ഒരു ടിനി ക്രസ്റ്റേഷ്യൻ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. പുതിയ സ്പീഷീസ് ആണ്. ആ സ്പീഷീസിന്റെ പേരാണ് ഇന്ത്യ ഫോണ്ടേ ബിജോയ്. അതിന്റെ ജനറ്റിക് നെയിം ഇന്ത്യ ഫോണ്ടേ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്പീഷീസിന്റെ ഹാബിറ്റേറ്റ്സ് മെയിനായിട്ടും പറയുന്നത് അക്വാറ്റിക് എൻവിറോൺമെന്റ്സിലെ സെഡിമെന്റ്സിലാണ് ഇവർ കൂടുതലും ജീവിക്കുക. സെഡിമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, വാട്ടർ സിസ്റ്റംസിന്റെ ഒക്കെ ബോട്ടത്തില്, അടിത്തട്ടില് അടിഞ്ഞുകൂടുന്ന ഇപ്പോൾ സോയില്, സിൽറ്റ്, ക്ലേ അതൊക്കെ നമ്മുടെ ഈ ഓഷ്യൻസിന്റെ ആയിക്കോട്ടെ റിവേഴ്സിന്റെ ആയിക്കോട്ടെ എല്ലാ അക്വാറ്റിക് സിസ്റ്റത്തിന്റെയും അടിത്തട്ടിൽ സെറ്റിൽ ചെയ്യും. അതിനെയാണ് സെഡിമെന്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അവസാദങ്ങൾ എന്ന് പറയും. അപ്പോൾ അവിടെയാണ് ഈ ഒരു ക്രസ്റ്റേഷ്യൻസ് ജീവിക്കുന്നത്. പിന്നെ ഈ ഒരു സ്പീഷീസ് കോപ്പോഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ലാവോഫോണ്ടിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ പറയുന്നത് അതിന്റെ എക്കോളജിക്കൽ റോൾസ് ആണ്. ദേ ആർ സെൻസിറ്റീവ് ടു പൊല്യൂഷൻ, ഓയിൽ സ്പിൽസ്, ഹെവി മെറ്റൽസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺസിഡർഡ് റിയലബിൾ ടു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എൻവിറോൺമെന്റൽ ചേഞ്ച്. ഇവരൊരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അക്വാകൾച്ചറിലും ഫിഷറീസിലൊക്കെ ഇവരെ ഫിഷസിന് ഫീഡ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇവര്
ഈ ഒരു ക്രസ്റ്റേഷ്യൻസ് omega-3 ഫാറ്റി ആസിഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ജാനുവരി 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അടുത്തത് വെനസ്ഡേയിലെ അടുത്ത ഫാക്കൽറ്റി എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ്. ഇതൊരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്, ദോസ്തി 70 എന്ന് പറയുന്നത്. 3 കൺട്രീസ് ചേർന്ന് അവരുടെ ഒരു കോപ്പറേഷനിൽ നടക്കുന്ന ഒരു എക്സസൈസ് ആണ്, കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ് ഈ ദോസ്തി 70 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വട്ടം അത് നടന്നത് മോൾദീവ്സിൽ വെച്ചാണ്. മോൾദീവ്സ് ആണ് അത് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കൺട്രീസാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും മാൽദീവ്സും ശ്രീലങ്കയും, ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് അവർ 3 പേരും കൂടി ചേർന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് ദോസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസിൽ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1991 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ആരൊക്കെ ഉള്ളായിരുന്നു? ഇന്ത്യ മാൽദീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2012 ശ്രീലങ്കയും കൂടി വന്നിട്ട് ഇതൊരു 3 പേരുടെ ഒരു കോപ്പറേഷനായി മാറിയത്. അപ്പം ഇത് എല്ലാ വർഷവും അങ്ങനെ ഇവരിങ്ങനെ ചെയ്യാറില്ല. എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് ഇതുപോലെ അവർ ഈ ഒരു സംഭവം നടത്താറുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എല്ലാ 2 ഇയേഴ്സിലുമാണ് ഈ ഒരു എക്സസൈസ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ ഏതൊക്കെ കൺട്രീസ് ഇതിനകത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും മാൽദീവ്സും അതുപോലെ ശ്രീലങ്കയും കൂടെയുള്ള അവരുടെ 3 പേരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ് ദോസ്തി 70 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ? ഇന്ത്യയും മാൽദീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2012 ശ്രീലങ്ക ജോയിൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂസ്. അടുത്തത് നമ്മൾ പറയുന്ന ഒരു അപ്പോയിൻമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ CRPFൻ്റെ DIG ആയിട്ട് രവിശങ്കർ ഷാബിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം CRPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്. നമുക്ക് കുറേ പോലീസ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് ഈ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് CRPF. ഇതിൻ്റെ DIG ആയിട്ട് ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് രവിശങ്കർ ഷാബി എന്ന് പറയുന്ന ആൾ. അപ്പം പുള്ളിയാണെങ്കിൽ ജൂൺ 2023 മുതൽ ഈ ഒരു പൊസിഷനിൽ ജോയിൻ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊരു അപ്പോയിൻമെൻ്റ് ആണ്. രവിശങ്കർ ഷാബിനെ നമ്മൾ DIG ആയിട്ട്, CRPFൻ്റെ DIG ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? അവർ സത്യാഗി ഘോഷിനെ അവരുടെ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ സത്യാഗി ഘോഷിനെ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതൊരു റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരുടെ CEO ആയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? സത്യാഗി ഘോഷിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ 2 അപ്പോയിൻമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് CRPFൻ്റെ DIG ആയിട്ട് രവിശങ്കർ ഷാബിനെ അപ്പോയിൻറ്റ് ചെയ്തു. അതുപോലെ റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ അവരുടെ CEO ആയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? സത്യാഗി ഘോഷിനെ അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പറയുന്നത് ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. രാമജന്മഭൂമി മൂവ്മെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് ഈ പറയുന്ന ചാലസ് ഓഫ് അംബ്രോസിയ രാമജന്മഭൂമി ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഈ ഒരു ബുക്ക് ഓതർ ചെയ്തത് എഴുതിയതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഫോർമർ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ആണ്, ശ്രീ സുരേന്ദ്രകുമാർ പച്ചൗരിയാണ് ഇത് എഴുതിയത്. ഇപ്പോൾ ആ ബുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? വൈസ് പ്രസിഡൻറ്റ് രാമജന്മഭൂമി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് റിലീസ് ചെയ്തു. ആ ബുക്ക് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ സുരേന്ദ്രകുമാർ പച്ചൗരിയാണ് എഴുതിയത്. ആ ബുക്കിൻ്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലീസ് ഓഫ് അംബ്രോസിയ രാമജന്മഭൂമി ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്നുള്ളതാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ അത് എഴുതിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സുരേന്ദ്രകുമാർ പച്ചൗരിയും. ഇപ്പോൾ അത് റിലീസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ് അത് റിലീസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സീനിയർ വുമൺ ഫുട്ബോൾ ടീം കോച്ചായിട്ട് അമേലിയ വൽവർഡേനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അമേലിയാണ് ഇനി നമ്മുടെ ഇന്ത്യൻ സീനിയർ വുമൺ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം കോച്ചായിട്ട് സെർവ് ചെയ്ത്, അത്രയും കാലം കോച്ചായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് അമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ആളെയാണ് നമ്മുടെ ഇന്ത്യൻ സീനിയർ വുമൻസ് ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ വേറൊരു ബുക്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പളനിവേലു ഗട്ട്സ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സി പളനിവേലുവിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഈ ബുക്കും റിലീസ് ചെയ്തത് നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. ഈ ബുക്ക് അല്ല, ഇതിൻ്റെ ഹിന്ദി എഡിഷനാണ് റിലീസ് ചെയ്തത്. അതിൻ്റെ ഹിന്ദി എഡിഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ പളനിവേലു ഗട്ട്സ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? പളനിവേലുവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതിൻ്റെ ഹിന്ദി എഡിഷൻ ഇപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻ്റായിട്ട് നിതിൻ നാബിനെ എലക്ട് ചെയ്തു. അപ്പോൾ ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർട്ടിയിലെ, ഈ ഭാരതീയ ജനതാ പാർട്ടിയിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് നാഷണൽ പ്രസിഡൻറ്റുമാണ്. അതുപോലെ തന്നെ ബീഹാറിൽ നിന്നും എലക്ട് ചെയ്ത് വരുന്ന ഒരു ആളും കൂടിയാണ്. ബീഹാറിൽ നിന്ന് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു BJP ലീഡർ കൂടിയാണ് ഈ പറയുന്ന നിതിൻ നാബിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിതിൻ നാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻ്റായിട്ട് എലക്റ്റായി. ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് യങ്ങസ്റ്റ് നാഷണൽ പ്രസിഡൻറ്റുമാണ്, അതുപോലെ തന്നെ ബീഹാറിൽ നിന്നും വന്നിട്ടുള്ള ഫസ്റ്റ് BJP ലീഡർ കൂടിയാണ്. അപ്പോൾ അത്രയാണ് അതിനകത്ത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്. ഇനി നമ്മൾ പറയുന്നത് പഞ്ചാബ് പോലീസ് ലോഞ്ച് ചെയ്ത ഒരു ഓപ്പറേഷനെ പറ്റിയിട്ടാണ്. പഞ്ചാബ് പോലീസ് ഒരു പുതിയ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാങ്സ്റ്റർ നെറ്റ്വർക്ക് മുഴുവൻ കളയുക, അങ്ങനെ പഞ്ചാബിനെ ഒരു സേഫ് പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ പഞ്ചാബ് പോലീസ് ലോഞ്ച് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പർഹാർ എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 12,000 പോലീസ് ഇൻവോൾവ് ആവുന്നുണ്ട്. അവർ ഒരു 2,000 ടീമുകൾ അടങ്ങുന്ന 12,000 പോലീസാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഞ്ചാബിലുള്ള ഒരു ഫുൾ ഗാങ്സ്റ്റർ നെറ്റ്വർക്ക് കളഞ്ഞ് അവിടെ ഒരു പഞ്ചാബ് ഒരു സേഫ് പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ പഞ്ചാബ് പോലീസ് ലോഞ്ച് ചെയ്തതാണ് ഓപ്പറേഷൻ പർഹാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ്, ദോസ്തി 70 എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 കൺട്രീസ് ആണ് ഉള്ളത്. ആരൊക്കെയാണ്? ഇന്ത്യയും മാൽദീവ്സും ശ്രീലങ്കയും. തുടക്കത്തിൽ ഇന്ത്യയും മാൽദീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2012 ശ്രീലങ്ക വരുന്നു. ഇപ്പം ഈ വട്ടം അത് ആരാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽദീവ്സ് ആണ് ഈ വട്ടം അത് ഹോസ്റ്റ് ചെയ്തത്. അത്രേ ഉള്ളൂ അതിനകത്ത് നോക്കാനുള്ള. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ആയിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന രവിശങ്കർ ഛാബിനെ പറ്റിയാണ്. രവിശങ്കർ ഛാബി നമ്മുടെ CRPFൻ്റെ DIG ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ റെയ്മൺ ലൈഫ് സ്റ്റൈല് സത്യാകി ഘോഷിനെ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻ്റായിട്ട് ആര് വന്നു? നിതിൻ നാബിൻ വന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് അമേലിയനെയും അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ 2 ബുക്സിനെ പറ്റി പറഞ്ഞു. ഒന്ന് പളനിവേലു ഗട്ട്സ് എന്ന് പറയുന്നത്, അത് ഡോക്ടർ സി പളനിവേലുവിൻ്റെ തന്നെ ഓട്ടോബയോഗ്രഫിയാണ് ആ ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വേറൊരു ബുക്കിനെ പറ്റി പറഞ്ഞു, രാമജന്മഭൂമിയുടെ ചാലഞ്ചസും അതുപോലെ എൻ്റെ റെസ്പോൺസും ഒക്കെ എഴുതിയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അത് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ സുരേന്ദ്രകുമാർ പചൗരിയാണ് എഴുതിയത്. അതിപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ വൈസ് പ്രസിഡന്റ് അത് റിലീസ് ചെയ്തു. പിന്നെ നമ്മളൊരു ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഞ്ചാബ് പോലീസ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനെ പറ്റി പറഞ്ഞു, ഓപ്പറേഷൻ പർഹാർ എന്ന് പറഞ്ഞത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിലുള്ള എല്ലാ ഗാങ്സ്റ്റർ ടീമിനെയും നശിപ്പിച്ച് പഞ്ചാബ് ഒരു സേഫ് പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ചെയ്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ 21st 22nd കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി കറണ്ട് അഫയേഴ്സ് അടുത്ത ആൾ പറയട്ടോ. ഓക്കെ, നമുക്ക് വെള്ളിയാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. 23-ാം തീയതി. അപ്പൊ ആദ്യം വരുന്ന ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ 11 വർഷം കംപ്ലീറ്റ് ആക്കി എന്നാണ് പറയുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അത് ലോഞ്ച് ചെയ്തത്, ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് 2015 ജാനുവരി 22-ാം തീയതിയാണ്. ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഇന്ത്യയിലെ 100 വരുന്ന ഡിസ്ട്രിക്റ്റുകളിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. എന്താണ്? ഫീമെയിൽ എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ ഫീമെയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക,
അതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ വരുന്ന ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഈ ഒരു ഇതിൽ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്, വനിതാ ശിശുക്ഷേമ മന്ത്രാലയം. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്, അതിന്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവർക്ക് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ മെൻസ്ട്രൽ ഹെൽത്ത് അതെന്താണ് അത് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളെ കൂടുതൽ എന്താണ് സ്പോർട്സ് പോലത്തെ അങ്ങനത്തെ ഇതിലോട്ട് എന്താണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, പാർട്ടിസിപ്പേഷൻ കൂട്ടുക പെൺകുട്ടികളുടെ. അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള സെക്സ് സെലക്റ്റീവ് അബോർഷൻസ്, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, അതൊക്കെ എന്താണ് അതിൻ്റെ ഇതൊക്കെ കുറയ്ക്കാം. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോ സ്പെസിഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവിൽ എന്താണ് സ്പെയിൻ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻഡോ സ്പെസിഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവിന്റെ ഇതിൽ സ്പെയിൻ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ആരാണ് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കർ എന്താണ് അതിന്റെ ഡിക്ലറേഷൻ കൈമാറി എന്നാണ് പറയുന്നത്, ആ ഒരു ജോയിൻ ചെയ്യുന്നതിന്റെ. അപ്പോൾ ഇതൊരു നോൺ ട്രീറ്റി വോളണ്ടറി കോപ്പറേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. ഈ ഇൻഡോ പസഫിക് റീജിയൻ ഒരു മാരിടൈം കൊളാബറേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2019 2019 ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് ബാങ്കോക്കിൽ നടന്ന ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിലാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. 2019 ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് ബാങ്കോക്കിൽ നടന്ന ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് ഇന്ത്യയാണ്, ലോഞ്ച്ഡ് ബൈ ഇന്ത്യയാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഒരു 7 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മാരിടൈം സെക്യൂരിറ്റി, അതുപോലെ തന്നെ മാരിടൈം എക്കോളജി, അതിൻ്റെ റിസോഴ്സസ്, പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, റിസോഴ്സ് ഷെയറിംഗ്, പിന്നെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, സയൻസ് ടെക്നോളജി ആൻഡ് അക്കാദമിക് കോപ്പറേഷൻ, ട്രേഡ് കണക്ടിവിറ്റി ആൻഡ് മാരിടൈം ട്രാൻസ്പോർട്ട്. ഇതാണ് അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 7 കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഈ ഒരു ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവിൻ്റെ. അടുത്ത ന്യൂസാണ് ഓപ്പറേഷൻ ട്രാഷി 1ന്റെ ഒരു ന്യൂസാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ കിഷ്തവാർ ഡെൻസ് ഫോറസ്റ്റിൽ എന്താണ് ഭീകരവാദ സംഘടനകളുണ്ട്. അപ്പോൾ ആ ഒരു അവരെ ട്രാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭീകര സംഘടനയെ നമുക്ക് തുരത്തണം. അപ്പോൾ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ട്രാഷി 1 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസും അതേപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും കൂടിയാണ് ഈ ഒരു ട്രാഷി 1 ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ 3 ന്യൂസാണ് പറഞ്ഞത്. ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ 11 വർഷം കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. 2015 ജാനുവരി 22 ഈ ഒരു പ്രോഗ്രാം ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ. ഫീമെയിൽ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞത് സ്പെയിൻ ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവിൽ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കർ അതിന്റെ ഡിക്ലറേഷൻ കൈമാറി എന്ന് പറയുന്നുണ്ട്. 2019 ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവ് ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് ബാങ്കോക്കിൽ വെച്ച് നടന്ന ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. ഇന്ത്യയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഓപ്പറേഷൻ ട്രാഷി 1നെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു പ്രോഗ്രാം ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തത് ഇന്ത്യൻ ആർമി, ജമ്മു ആൻഡ് കാശ്മീർ പോലീസും അതേപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്.
ജമ്മു ആൻഡ് കാശ്മീരിലെ കിഷ്തവാർ ഡെൻസ് ഫോറസ്റ്റുകൾ ഭീകരവാദികളെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ട്രാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ഓപ്പറേഷനാണ്. ഇതാണ് ജാനുവരി 23 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ശനിയാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എടുക്കട്ടോ അതിന്റെ ഫാക്കൽറ്റി. സോ ഹലോ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ജാൻ 24 അറിയപ്പെടുന്നത് യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ദെൻ അതേപോലെ തന്നെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ കൂടെയാണ്. ദെൻ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ കൂടെ നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ അത് നവംബർ 11 അപ്പം 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരണേ. ദെൻ റീസെൻ്റ് ആയിട്ട് മൈക്കബൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് മാവോയിസ്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ജാർഖണ്ഡിലാണ് നടക്കുന്നുണ്ടായിരുന്നത്. ദെൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റീസെൻ്റ് ആയിട്ട് 4 ട്രെയിൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ സ്വാനിധി ക്രെഡിറ്റ് കാർഡ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സ്വാനിധി ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നത് 2020 സ്ട്രീറ്റ് വെൻഡേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊമോട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ലിക്വിഡിറ്റിനൊക്കെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2020 ജൂൺ 1 ഇതിൻ്റെ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് അവർ ഒരുമിച്ച് കൂടിയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ മിനിസ്റ്റർ ഓഫ് പവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിളോ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ജാൻ 26 റിപ്പബ്ലിക് പരേഡിൻ്റെ അന്ന് ഒരു ടേബിൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രകാശ് ഗംഗ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ വന്നിട്ടുള്ളത്. റിവർ ഓഫ് ലൈറ്റ് എന്നുള്ള മീനിങ് ആണ് അത് കാണിക്കുന്നത്. അത് എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ seamless and continuous flow of power across the international national grid. ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു പവറിനെ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടേബിളോടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗംഗാപൂർ ഡാമിൽ സൂര്യകിരൺ എയറോബാറ്റിക് ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എയർ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നക്ഷക് ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്രയിലെ നക്ഷക് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു എയർ ഷോ വരുന്നത്. അപ്പോൾ ഗംഗാപൂർ ഡാമിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിവർ ഗോദാവരിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതാണ് ഏറ്റവും ഏഷ്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് എർത്തൻ റിസർവർ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9.8 കിലോമീറ്ററും അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 36.6 മീറ്റേഴ്സും. ഇതിനൊരു യൂണിക് ഡിസൈൻ ആണുള്ളത്, ഒരു കർവ് ഷേപ്പും അതേപോലെ തന്നെ ഒരു സ്പിൽവേ, ഒരു മിഡിൽ നമുക്കൊരു സ്പിൽവേ കൂടെ കാണാം. അങ്ങനെ ഒരു കർവ് ഷേപ്പുള്ളൊരു യൂണിക് ഡിസൈൻ ആണ് ഈ ഒരു ഡാമിന് ഉള്ളത്. ലംബഡി ട്രൈബ്സ് ഭയങ്കര കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു എസ്റ്റി പൊസിഷനോ സ്റ്റേറ്റസ് വേണ്ടോ എന്നുള്ള രീതിയിൽ കോർട്ടിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് നടന്നിട്ടുണ്ട്, ഒരു കോൺട്രവേഴ്സി നടന്നിട്ടുണ്ട്. അപ്പോൾ ലംബഡി ട്രൈബ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തെലങ്കാന, ആന്ധ്രാപ്രദേശ് അതേപോലെ തന്നെ കർണാടക ഈ ഒരു സ്റ്റേറ്റുകളിലാണ് ഇവരെ കാണപ്പെടുന്നത്. പിന്നെ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗോർബോളിയാണ്. അപ്പോൾ ഇത് ഇന്തോ ആര്യൻ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ലാംഗ്വേജ് ആണ് ഗോർബോളി ലാംഗ്വേജ്. ദെൻ ഈ ഒരു ഇവരുടെ ബിലീഫ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു അനിമിസ്റ്റിക് ബിലീഫ് കൂടെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ലാംബഡി ട്രൈബ്സിൻ്റെ മറ്റ് നെയിംസ് ആണ് സുഗലി അതേപോലെ തന്നെ ബഞ്ചാര. അപ്പോൾ ബഞ്ചാര, സുഗലി എന്നൊക്കെ അറിയപ്പെടുന്നത് ലാംബഡി ട്രൈബ്സ് ആണ്. പിന്നെ ഇവരുടെ ചില ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഗ്രൂമിന് വേണ്ടിയിട്ട് ഇവർ ഗേൾ ചൈൽഡ് എന്ത് ചെയ്യാറുണ്ട്, ഒരു പ്രത്യേക റിച്വൽസ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ ഫയർ ഡാൻസും അതേപോലെ തന്നെ ചാരി ഒക്കെയാണ് ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. പിന്നെ ടാറ്റു വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രാക്ടീസും കൂടെയാണ്. ദെൻ 49th ഇന്റർനാഷണൽ ബുക്ക് ഫെയർ സാൾട്ട് ലേക്കിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇനാഗുറേഷൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മമതാ ബാനർജി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ 14th കൺട്രി എന്ന് പറയുന്നത് അർജന്റീനയാണ്. 15 ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ടാണ് ചൈന പിന്നീട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത്തവണ USA അതേപോലെ തന്നെ ബംഗ്ലാദേശും ഈ ഒരു ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇന്ത്യ ഏഷ്യ മാനുഫാക്ചറിങ് ഇൻഡെക്സ് 2026 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് 6th പൊസിഷൻ ആണുള്ളത്. 11 കൺട്രീസിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 6th പൊസിഷൻ ആണ്. ഇത് എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 8 മേജർ പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എക്കോണമിയാണ്, രണ്ടാമത്തെ പൊളിറ്റിക്കൽ റിസ്ക് ആണ്, പിന്നീട് ബിസിനസ് എൻവയോൺമെന്റ് വരുന്നുണ്ട്,
ഇന്റർനാഷണൽ ട്രേഡ് വരുന്നുണ്ട്, ടാക്സ് പോളിസി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ വർക്ക് ഫോഴ്സ് ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു 8 മേജർ പില്ലേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 6th പൊസിഷനാണ്. ദെൻ പങ്കോലക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഫയർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് സിക്കിമിലാണ്. അപ്പം ഇൻഡോ ചൈന ബോർഡറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മൊസാബിക്കൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഗ്രഷ മൈജലിനാണ് ഇത്തവണത്തെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇത്രയൊക്കെ ഉള്ളൂ.